നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന ആരോപണത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. നിലവിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അക്ഷയ, ഈ ആരോപണ വിധിയായ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതിഷേധം തുടരുന്നുണ്ടോ? ഒപ്പം തന്നെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറായിട്ടുണ്ടോ? മൃതദേഹം ഏറ്റെടുക്കാൻ ഇതുവരെ കുടുംബം തയ്യാറായിട്ടില്ല അനീഷ. അതായത് ഈ ഡോക്ടറെ, ആരോപണ വിധിയായിട്ടുള്ള ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടറെ നിലവിൽ സ്ഥലം മാറ്റാൻ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. ഇതിനു മുൻപും ഈ ഡോക്ടർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞു മരിച്ചു എന്നുള്ള വികാരാതീതനായിക്കൊണ്ടാണ് കുഞ്ഞിന്റെ പിതാവ് നമ്മളോട് സംസാരിച്ചത്. എന്റെ കുഞ്ഞിനെ ആ ഡോക്ടർ കൊന്നതാണ് എന്നുള്ളതാണ് ബിനിൽ പറയുന്നത്. അത്തരത്തിൽ ആരോപണ വിധിയായിട്ടുള്ള പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും സർവീസിൽ ഇരിക്കാൻ യോഗ്യയല്ല എന്നുള്ള തരത്തിലാണ് കുഞ്ഞിന്റെ ബന്ധുക്കൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ ഡോക്ടർക്കെതിരെ കൃത്യമായിട്ടുള്ള തരത്തിൽ പുറത്താക്കൽ നടപടി എടുക്കാതെ ഒരു തരത്തിലും കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സൂപ്രണ്ടുമായിട്ടുള്ള ചർച്ച അതുപോലെ തന്നെ തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് ഈ കുടുംബത്തിന്റെ പ്രധാന അംഗങ്ങളെയും അതുപോലെ തന്നെ ചില പ്രവർത്തകരെയും ചില പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ സൂപ്രണ്ട് ഓഫീസിലേക്ക് കയറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ നടന്നു വരികയാണ്. അതിനിടയിലാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് സ്ഥലം മാറ്റം എന്നുള്ളത് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള മെഡിക്കൽ സംഘം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പീഡിയാട്രിക്, അനസ്തേഷ്യ, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള 3 പേരാണ് എന്തായാലും ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെന്തായാലും ആ അന്വേഷണം എന്തായാലും തുടരുകയാണ്. ഓരോ ഡോക്ടർമാരെയും നഴ്സുമാരെയും വിളിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടതുമാണ്. എന്തായാലും ആ കാര്യത്തിൽ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ വിദഗ്ധ സംഘം കൃത്യമായി പാടുപെടുന്നുണ്ടെന്നുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപടികളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരായിരുന്നു ആദ്യം പ്രതിഷേധത്തിന് എത്തിയതെങ്കിൽ ഇപ്പോൾ DYFI പ്രവർത്തകരും പ്രതിഷേധത്തിന് എത്തിയിരുന്നു. എന്തായാലും ആ പ്രതിഷേധക്കാർ ആശുപത്രിക്ക് മുൻവശം പ്രതിഷേധ പ്രകടനവുമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നിലവിൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിലുള്ളത് BJP പ്രവർത്തകരാണ്. അവരവരുടെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ അത്തരത്തിൽ അവരിവിടുന്ന് പുറത്തു പോകില്ല, അവരിവിടുന്ന് മാറില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവരിവിടെ നിൽക്കുന്നത്. അനീഷ, പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം DYFI കൂടി രംഗത്തെത്തുകയാണ്. അക്ഷയ കൃഷ്ണാനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോൾ കുട്ടിയുടെ പിതാവ് ബിനിലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ആരും എന്നെ കൂട്ടുകാരൊന്നുമല്ല, എന്റെ ബന്ധുക്കൾ തന്നെ മൊത്തം വന്നിരിക്കുന്നത്. എന്റെ കൊച്ചിന് നൂലെട്ടിനും ഒരാൾ ആൾക്കാരാണ് ഈ മൊത്തം ഇവിടെ വന്ന് നടക്കുന്നത്. അവർ കൊന്നു തന്നിട്ട് പോയിട്ട് അത് പിന്നെ ഒന്നാമതായിരുന്നു നമ്മൾ എത്ര പ്രാവശ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുപോകണം. കാര്യം പറയുമ്പോൾ നാളെ ഇതേപോലെ ഒരു നടക്കില്ല, പ്രാർത്ഥന പോലെ എന്റെ കുട്ടി എന്തായാലും പോയി. പക്ഷെ നാളെ ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. അവർക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമില്ല. അത് ഷീറ്റിൽ ഇരിക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. കോള് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ല പോലീസുകാർ ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുകയാണ്. ആ കറണ്ട് പോയപ്പോണ്ടല്ല പാർട്ടിക്കാരെല്ലാം നിൽക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് ഒരു അടി നടന്നുകൊണ്ടല്ലേ പെട്ടെന്ന് കറണ്ട് വരാനുള്ള ഇതില്ല അതിനകത്ത്. വൈകാരികമായ ഒരു പ്രതികരണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടറെ പുറത്താക്കണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്.